ഹലോ നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺസ് നമ്മളിപ്പോൾ എവിടെയെങ്കിലും ജോയിൻ ചെയ്തതിന് ശേഷം എന്തൊക്കെ പ്രോസസ്സിങ്ങുകളാണ്, അതുപോലെ തന്നെ വൺസ് നമ്മൾ റിസൈൻ ചെയ്തതിന് ശേഷം എന്തൊക്കെ പ്രോസസ്സിംഗ് ആണ് ശ്രദ്ധിക്കേണ്ടത്, അതുപോലെ തന്നെ നമ്മുടെ ലൈസൻസ് കാര്യങ്ങൾ എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് വൈസ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കുറേ പേർക്ക് ജോയിൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ വേണം, എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതും, റെസിഗ്നേഷൻ കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ കുറേ ഡൗട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മാക്സിമം വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺസ് നമുക്കിപ്പോൾ എവിടെയെങ്കിലും ഒരു ജോലി കിട്ടിയെന്ന് വിചാരിക്കാം. ഇപ്പോൾ അത് ക്ലിനിക്ക് ആയിക്കോട്ടെ, ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, ഹോം കെയർ ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള സ്ഥലത്ത് നമുക്ക് ജോലി കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഫസ്റ്റ് നമ്മുടെ ഡാറ്റ ഫ്ലോ ഉണ്ടായിരിക്കണം, നമ്മുടെ ഡോക്യുമെന്റ്സ്, അതായത് നമ്മുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞ സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അപ്ഡേറ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ എന്ത് വേണം, ഗുഡ് സ്റ്റാൻഡിങ് വേണം. പിന്നെ നമുക്ക് ചില സ്ഥലങ്ങളിൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ചോദിക്കാറുണ്ട്, എസ്പെഷ്യലി അതായത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഗവൺമെൻറ് ക്ലിനിക്ക് അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അടുത്ത് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ചോദിക്കാറുണ്ട്. അത് നമുക്ക് ഡിപ്പെൻഡ് ആണ്, അവിടെ HR ചോദിക്കുകയാണെങ്കിൽ മാത്രം നമുക്ക് അപ്ലൈ ചെയ്തിട്ട് കൊടുത്താൽ മതി, അല്ലാണ്ട് എടുത്ത് ചാടി എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മുടെ സർട്ടിഫിക്കറ്റ് എല്ലാം നമ്മുടെ കയ്യിൽ വേണം. പിന്നെ നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട്, രജിസ്ട്രേഷൻ കഴിഞ്ഞതിൻ്റെ, അതായത് നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റ് മൊഫ അറ്റസ്റ്റേഷനും ഇന്ത്യൻ എംബസി അറ്റസ്റ്റേഷനും മസ്റ്റായിട്ട് കഴിഞ്ഞിരിക്കണം നമ്മൾ എവിടെയെങ്കിലും ജോയിൻ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട്. നിങ്ങൾ വൺസ് അത് ചെയ്തിട്ടില്ലെങ്കിൽ അവരത് ചോദിക്കും, അത് ചോദിക്കാണ്ട് നമുക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. ഡാറ്റ ഫ്ലോ, നിങ്ങളുടെ എലിജിബിലിറ്റി ലെറ്റർ, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുകൾ, അതിൻ്റെ ഒന്നും ഒറിജിനൽ വേണ്ട, കോപ്പി മതി. അതുപോലെ തന്നെ നമ്മുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞ സർട്ടിഫിക്കറ്റ് മൊഫയും ഇന്ത്യൻ എംബസി അറ്റസ്റ്റേഷനും കഴിഞ്ഞത്. പിന്നെ BLS ACLS ഉണ്ടെങ്കിൽ വെരി ഗുഡ്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് BLS എങ്കിലും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എവിടെയെങ്കിലും ജോയിൻ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് വേണ്ടത്. പിന്നെ നിങ്ങളുടെ പാസ്പോർട്ട്, പിന്നെ നിങ്ങളുടെ വിസിറ്റിംഗ് വിസയുടെ കാലാവധി, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടത്. വിസിറ്റിംഗ് വിസ എക്സ്പയർ ആയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, അവിടെ പെട്ടെന്ന് കയറി ഇപ്പോൾ ഒരാഴ്ചയുടെ ഉള്ളിൽ എക്സ്പയർ ആവുകയാണെങ്കിൽ നിങ്ങൾ റിന്യൂ ചെയ്യുക തന്നെ വേണം. എന്താ വെച്ചാൽ അവിടെ കാലതാമസം ഉണ്ട്. ഇതെല്ലാം ആക്റ്റീവായി, ലൈസൻസ് ആക്റ്റീവായി, വിസയ്ക്ക് കൊടുത്ത് എമിറേറ്റ്സ് ID കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കും സമയം എടുക്കും. അപ്പോൾ വൺസ് നിങ്ങളുടെ വിസിറ്റിംഗ് വിസ എക്സ്പയർ ആവാറായിട്ടുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും നിങ്ങളോട് പറയും വിസിറ്റിംഗ് വിസ വീണ്ടും റിന്യൂ ചെയ്യാനായിട്ട് പറയും. അല്ലെങ്കിൽ എന്താക്കും, ചില ഹോസ്പിറ്റലുകാർ അല്ലെങ്കിൽ ചില ക്ലിനിക്ക് അല്ലെങ്കിൽ ചില ഹോം കെയറുകാർ അവർ തന്നെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് കഴിയാറായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അവരുടെ ഇതിലേക്ക് എന്താക്കും, വിസിറ്റിംഗ് വിസ എടുത്തുതരും. വേഗം പെട്ടെന്ന് തന്നെ വിസ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു 3 മന്തിൻ്റെ ഉള്ളിലാണല്ലോ എമിറേറ്റ്സ് ID കാര്യങ്ങളൊക്കെ എടുക്കേണ്ടത്. അപ്പോൾ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാറുണ്ട് ചിലവർ. പക്ഷെ ഓൾമോസ്റ്റും നമ്മളോട് കയറി എടുക്കാനാണ് പറയാറുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വൺസ് ജോയിൻ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ കയ്യിൽ ഉണ്ടാവേണ്ട മെയിൻ ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത്, ഇമ്പോർട്ടൻ്റ് ആയത്. പിന്നെ അപ് ടു ഓരോരുത്തരുടെ ഇതിനനുസരിച്ച് അവർ വേറെ എന്തെങ്കിലുമൊക്കെ ചോദിക്കുമായിരിക്കും. പക്ഷെ ഇതാണ് മെയിൻ ആയിട്ട് വേണ്ടത്. അപ്പോൾ നമ്മൾ വൺസ് ഇപ്പോൾ നമുക്ക് ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് നമ്മുടെ കാര്യങ്ങളെല്ലാം നോക്കുക, ഡ്യൂട്ടി അവേഴ്സ്, സാലറി കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് സൈൻ ചെയ്തിട്ട് അവർക്ക് അയച്ചു കൊടുക്കുക. വൺസ് നമ്മൾ അയച്ചു കൊടുത്തതിന് ശേഷം അവർ നമ്മൾ ജോയിൻ ഡേറ്റും കാര്യങ്ങളും അറിയിക്കും. അതിന് മുന്നേറ്റ് നമ്മുടെ ഡോക്യുമെന്റ്സ് എല്ലാം അവർക്ക് അയച്ചു കൊടുക്കേണ്ടി വരും. അതായത് നമ്മുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, നമ്മുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുകൾ, അതുപോലെ തന്നെ നമ്മുടെ പാസ്പോർട്ട്, വിസ, പിന്നെ നമ്മുടെ വിസ ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ വിസ ക്യാൻസലേഷൻ്റെ പേപ്പറുകൾ, അതുപോലെ തന്നെ എലിജിബിലിറ്റി ലെറ്റർ, ഗുഡ് സ്റ്റാൻഡിങ്. അതുപോലെ തന്നെ ചിലവർ ഗുഡ് സ്റ്റാൻഡിങ് ചോദിക്കാറുണ്ട്, ചിലവർ ഡാറ്റ ഫ്ലോ മാത്രമേ ചോദിക്കാറുള്ളൂ. അതുപോലെ നമ്മുടെ BLS ACLS ഇതൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാറുണ്ട്. ഇതെല്ലാം നമ്മൾ അയച്ചു കൊടുക്കുന്നു. വൺസ് ഇതെല്ലാം അയച്ചു കൊടുക്കുമ്പോൾ അവരെന്താക്കുന്നു, നമ്മുടെ ലൈസൻസ് ആക്ടിവേറ്റ് ആക്കി തരുന്നു. അതായത് എലിജിബിലിറ്റി എന്നുള്ളതിൽ നിന്ന് കൺവേർട്ട് ചെയ്തിട്ട് ലൈസൻസ് ആക്കി തരുന്നു. അവരുടെ അണ്ടറിലുള്ള ലൈസൻസ്, അതിന് 1 ഇയർ വാലിഡിറ്റി ഉള്ളൂ. എല്ലാവർക്കും അതിനെക്കുറിച്ച് അറിയാമെന്ന് വിചാരിക്കുന്നു. വൺസ് ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അടുത്ത ഘട്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിസ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. വിസ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ കാര്യങ്ങളെല്ലാം ഓൾറെഡി അയച്ചു കൊടുത്തിട്ടുണ്ട്. അവരെന്ത് ചെയ്യുന്നു, അതെല്ലാം വെച്ചിട്ട് വിസയ്ക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നു. അതിന് മുന്നേ ആയിട്ട് വിസയ്ക്ക് കൊടുക്കുമ്പോൾ പിന്നെ നമുക്ക് കോൺട്രാക്റ്റ് കിട്ടുന്നു, ലേബർ കോൺട്രാക്റ്റ് കാര്യങ്ങൾ കിട്ടുന്നു. അതെല്ലാം നിങ്ങൾ വായിച്ചു നോക്കി സൈൻ ചെയ്ത് കൊടുത്തതിന് ശേഷം അവർ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്നു. വൺസ് വിസ കൊടുത്തതിന് ശേഷം ഇപ്പോൾ പെട്ടെന്ന് തന്നെ കിട്ടുന്നുണ്ട്. പണ്ടൊക്കെ ആയിരുന്നു കാലതാമസമൊക്കെ. ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ വിത്തിൻ 1 വീക്കിൻ്റെ ഉള്ളിൽ തന്നെ വിസ പ്രോസസ്സിങ് വിസയ്ക്കുള്ളത് അപ്രൂവലായിട്ട് വരുന്നുണ്ട്. വൺസ് ഇത് അപ്രൂവലായി വന്നതിന് ശേഷം പിന്നെ നമുക്ക് 3 മന്ത് ഗ്യാപ്പ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ നമ്മുടെ എമിറേറ്റ്സ് IDയും കാര്യങ്ങളും വിസ സ്റ്റാമ്പിങ്ങും ചെയ്യുന്നു കേട്ടോ. അപ്പോൾ എമിറേറ്റ്സ് IDക്ക് ഒന്ന് മെഡിക്കൽ കഴിയുന്നു, പിന്നെ വിസ സ്റ്റാമ്പിങ് ലാസ്റ്റ് ഫൈനലായിട്ട് ചെയ്യുന്നു, വിസ അടിച്ചു വരുന്നു. പിന്നെ
നമ്മൾ എന്ത് ചെയ്യുന്നു, ജോയിൻ ഡേറ്റ് ആ സമയത്ത് തന്നെ നമുക്ക് ജോയിൻ ചെയ്യാനായിട്ട് ചിലവർ പറയാറുണ്ട്. വിസയ്ക്ക് കൊടുത്തതിന് ശേഷം തന്നെ വൺസ് നമ്മുടെ ലൈസൻസ് ആക്റ്റീവ് ആയി കഴിഞ്ഞ ശേഷം തന്നെ നമുക്ക് ജോയിൻ ഡേറ്റ് പറയുന്നുണ്ട്. അപ്പോൾ വൺസ് ജോയിൻ ചെയ്യുന്നു. പിന്നെ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, നമുക്ക് അഥവാ ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടാതിരിക്കുന്നു, ഇതൊക്കെ നമ്മുടെ ഡിപ്പെൻഡ് ഓൺ നമ്മുടെ ഒരു ഇതിനനുസരിച്ച് ഉണ്ടാവും. ചിലവർക്ക് പറഞ്ഞ പോലെയുള്ള ഡ്യൂട്ടി കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ വൺസ് നിങ്ങൾ റിസൈൻ വെക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ 2 ഇയർ കംപ്ലീറ്റ് ആയി നിങ്ങൾക്ക് ഇനി അത് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് റിസൈൻ വെക്കാം. അപ്പോൾ ആ റെസിഗ്നേഷൻ പീരീഡ് അവരോട് മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു കോൺട്രാക്റ്റിൽ എത്രയാണോ മെൻഷൻ ചെയ്തത് ആ ഒരു സമയത്ത് നമ്മൾ റെസിഗ്നേഷൻ വെച്ച് വൺസ് റെസിഗ്നേഷൻ വെച്ചതിന് ശേഷം പിന്നത്തെ കാര്യം എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺസ് റെസിഗ്നേഷൻ വെച്ചതിന് ശേഷം നമ്മുടെ ആ ഒരു ടൈം പീരീഡ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നമ്മൾ വാങ്ങാനായിട്ട് മെയിനായിട്ട് അത് നിങ്ങൾ 6 മന്ത് ആണോ, അതായത് 6 മന്തോ 1 മന്തോ എനി ആയിക്കോട്ടെ, നമ്മൾ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇല്ലെങ്കിൽ നമുക്ക് MHRയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. അത് ശ്രദ്ധിക്കണം. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിസ ക്യാൻസലേഷൻ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ലേബർ ക്യാൻസലേഷൻ. കുറേ പേര് വിസ ക്യാൻസലാക്കും, പക്ഷെ ലേബർ കാർഡ് ക്യാൻസലാക്കാൻ ചെയ്യത്തില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ലേബർ കാർഡും ക്യാൻസൽ ആവണം. വൺസ് വിസ ക്യാൻസൽ ആയിട്ട് ലേബർ കാർഡ് ക്യാൻസൽ ആയിട്ടില്ലെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഫൈനും കാര്യങ്ങളും വരും കേട്ടോ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ഓട്ടോമാറ്റിക്കലി അവർ ചെയ്യുന്നതാണ്. ഇനി വൺസ് എന്തായാലും ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ അവർ ക്യാൻസൽ ചെയ്ത് തരുന്നില്ല, നിങ്ങളാണ് ക്യാൻസൽ ചെയ്യുന്നതെങ്കിൽ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. വിസ ക്യാൻസൽ ചെയ്യുക, അതിനുശേഷം ലേബർ കാർഡ്, വിസയും ലേബർ കാർഡും ക്യാൻസൽ ചെയ്യുക. പിന്നെ ലൈസൻസ് ക്യാൻസൽ ആവുന്നു, ലൈസൻസും ക്യാൻസൽ ആക്കി തരുന്നു. വൺസ് ലൈസൻസ് ക്യാൻസൽ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് എന്താണെന്നുള്ളത്, ആ ലൈസൻസ് ക്യാൻസൽ ആയി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ DH ആണെങ്കിൽ DH ലൈസൻസ് ക്യാൻസൽ ആയെങ്കിൽ പിന്നെ അതിൽ എലിജിബിലിറ്റിയിലേക്ക് പോകും. ആ എലിജിബിലിറ്റി നമുക്ക് 1 ഇയർ വാലിഡിറ്റി ഉണ്ട്, ആ എലിജിബിലിറ്റി നമുക്ക് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ 1 ഇയർ കഴിയണതിന് മുന്നായിട്ട് നിങ്ങൾ വീണ്ടും ആ എലിജിബിലിറ്റി റിന്യൂ ചെയ്തിട്ട് നമുക്ക് വീണ്ടും ഉപയോഗിക്കാം അടുത്ത 1 ഇയറിലേക്ക്. അല്ലെങ്കിൽ വിത്തിൻ 1 ഇയറിൻ്റെ ഉള്ളിൽ നമ്മൾ എവിടെയെങ്കിലും ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അത് പിന്നെ നമ്മുടെ വിസ ക്യാൻസൽ ചെയ്തതിന് ശേഷം നമുക്ക് അപ് ടു ഒരു 3 മന്തിൻ്റെ ഉള്ളിൽ നമ്മൾ എവിടെയും നമുക്ക് 3 മന്ത് ഗ്രേസ് പീരീഡ് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു 3 മന്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ എവിടെയെങ്കിലും ജോലി അന്വേഷിച്ചിട്ട് കയറാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ വിസ ക്യാൻസൽ ആയതിനു ശേഷം നമ്മൾ ഇമീഡിയറ്റ്ലി കയറിയിട്ട് എന്താക്കുക, വിസിറ്റിംഗ് വിസ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കൊരു 3 മന്ത് ഗ്രേസ് പീരീഡ് ഉണ്ട്. ആ 3 മന്തിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യാം, എവിടെയെങ്കിലും കയറാൻ വേണ്ടി നോക്കുക. അപ്പോൾ ആ ഒരു 3 മന്തിൽ നമുക്ക് ഫൈനോ കാര്യങ്ങളോ ഒന്നും വരില്ല കേട്ടോ. ഇപ്പോൾ വിസ ക്യാൻസൽ ആയല്ലോ എനിക്കൊന്നുമില്ലല്ലോ എന്ന് ഓർത്തിട്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. വൺസ് വിസ ക്യാൻസൽ ആയി കഴിഞ്ഞാൽ നമുക്ക് 3 മന്ത് ഗ്രേസ് പീരീഡ് ഉണ്ട്. ആ 3 മന്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഒന്നില്ലെങ്കിൽ വിസിറ്റിംഗ് വിസ എടുക്കുക, അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് വിസയിലേക്ക് മാറുക. അപ്പോൾ അത് എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഫൈനോ കാര്യങ്ങളോ വരില്ല. അതുപോലെ തന്നെ നമ്മുടെ ലൈസൻസ് ക്യാൻസൽ ആക്കി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി എലിജിബിലിറ്റി എന്നുള്ള സ്റ്റാറ്റസിലേക്ക് പോകും. അപ്പോൾ അതിലും ഫൈനോ കാര്യങ്ങളോ വരില്ല. പിന്നെ നമ്മുടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺസ് നമ്മളിപ്പോൾ എവിടെയെങ്കിലും ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻഷുറൻസും ആക്റ്റീവ് ആക്കണം എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. അതിനെക്കുറിച്ച് അറിയില്ലെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. ഞാൻ സെപ്പറേറ്റ് ആ ഇൻഷുറൻസ് എടുക്കുന്നത്, ഇപ്പോൾ ഗവൺമെൻറ്റിലെ എല്ലാ എംപ്ലോയീസും സാലറി വാങ്ങുന്ന എല്ലാ എംപ്ലോയീസും ഇൻഷുറൻസ് എടുക്കണം എന്നുള്ളത് UAE ഗവൺമെൻറ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ നാൾ മുന്നേ തന്നെ. എല്ലാവരും എടുക്കുന്നുണ്ട്. പിന്നെ അത് 1 ഇയർ കഴിഞ്ഞ് റിന്യൂ ചെയ്യാത്തവർക്ക് ഫൈനും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്, ശ്രദ്ധിക്കാതിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് സെപ്പറേറ്റ് അറിയണമെങ്കിൽ എനിക്ക് കമൻറ്റ് ഇട്ടാൽ മതി. ഞാൻ ഇൻഷുറൻസിനെ കുറിച്ചിട്ടും അതെങ്ങനെ എടുക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളൊരു സെപ്പറേറ്റ് വീഡിയോ ഇടാം. ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ഇനിയും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇൻഷുറൻസ് പ്രത്യേകം ശ്രദ്ധിക്കണം. വൺസ് നമ്മുടെ വിസയും ലേബർ കാർഡും എല്ലാം ക്യാൻസൽ ആയി കഴിഞ്ഞാൽ അവിടെ ഒരു സ്റ്റാറ്റസ് ഉണ്ടാവും നമ്മുടെ ഇതെന്ന്. പക്ഷേ സ്റ്റിൽ ഇത് ഇൻഷുറൻസ് ഇതായി ഇരിക്കുവാണെങ്കിൽ നിങ്ങൾ അത് എന്താക്കണം, ക്യാൻസൽ ചെയ്യണം. ഇപ്പോൾ അൺഎംപ്ലോയിഡ് ആണെന്നുള്ളത് കാണിച്ചിട്ട് ക്യാൻസൽ ചെയ്തിട്ട് പിന്നെ നിങ്ങൾ വൺസ് എവിടെയെങ്കിലും കയറുന്നതിന് മുന്നേ ആയിട്ട് വീണ്ടും എന്താക്കണം, വീണ്ടും ഇൻഷുറൻസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത് ഇൻഷുറൻസ് എടുക്കണം കേട്ടോ. വിസ ക്യാൻസൽ ആകുമ്പോൾ തന്നെ അത് നമുക്ക് എന്താക്കാം, ഫൈനോ കാര്യങ്ങളൊന്നും വരില്ല ഇൻഷുറൻസ് ഇപ്പോൾ റിന്യൂ ചെയ്തിട്ടില്ലെങ്കിൽ കേട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഇത്രയും കാര്യങ്ങളാണ് വൺസ് നമ്മളൊരു സ്ഥലത്ത് റിസൈൻ ചെയ്തതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ക്യാൻസലേഷൻ്റെയും ലേബർ കാർഡിൻ്റെയും അതുപോലെ തന്നെ ഇൻഷുറൻസ്, ഇത് കാര്യങ്ങളെല്ലാം നിങ്ങൾ പ്രോപ്പറായിട്ട് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. എന്നിട്ട് എന്താക്കുക, നിങ്ങൾക്ക് ഇത്രയും നാൾ ടൈം പീരീഡും കാര്യങ്ങളും ഉണ്ട്, ആ സമയത്ത് നമ്മൾ വേറെ എവിടെയെങ്കിലും ജോലി അന്വേഷിച്ചിട്ട് കയറാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ വൺസ് ഇപ്പോൾ ഇവർ ക്യാൻസലേഷൻ തന്നിട്ടില്ലെങ്കിൽ, അതായത് അവർ ഇപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാണ്ടാണ്, അതായത് 2 ഇയർ കംപ്ലീറ്റ് ചെയ്യാണ്ടാണ് റെസിഗ്നേഷൻ വെച്ചെങ്കിൽ ചില കമ്പനി അല്ലെങ്കിൽ ചില ഹോസ്പിറ്റലുകാർ അല്ലെങ്കിൽ ചില ക്ലിനിക്കുകാർ ക്യാൻസൽ ചെയ്ത് തരില്ല. അപ്പോഴത്തെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പ്രോപ്പറായിട്ട് റിസൈൻ വെക്കുക. എന്നിട്ട് ലേബറിൽ വിളിച്ചിട്ട് എന്ത് ചെയ്യുക, അഡ്വൈസ് എടുക്കുക. അവർ കറക്റ്റായിട്ട് നമുക്ക് പ്രോപ്പർ ഗൈഡൻസ് തരും. നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ അവർ ക്യാൻസലാക്കി തന്നില്ലെങ്കിൽ നമുക്ക് ഓണായിട്ട് വിസയും ലൈസൻസും എല്ലാം ക്യാൻസലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിന് വലിയ ചാർജോ കാര്യങ്ങളോ ഒന്നുമില്ല.
ലൈസൻസ് ക്യാൻസൽ ആക്കാൻ നമ്മൾ വിളിച്ചു പറയാം, DHL വിളിച്ച് പറഞ്ഞിട്ട് നമ്മൾ ഇഷ്യൂസ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് അതായത് അവർ റെസ്പോണ്ട് ആയുള്ള പേഴ്സണിൽ അവർ മെയിൽ അയക്കും. അവിടുന്ന് അവർക്ക് റെസ്പോണ്ടും കാര്യങ്ങളും കിട്ടിയില്ലെങ്കിൽ നമുക്ക് വീണ്ടും വിത്തിൻ 15 ഡേയ്സിൻ്റെ ഉള്ളിൽ വീണ്ടും അവരെ കോൺടാക്ട് ചെയ്തിട്ട് എൻ്റെ ലൈസൻസ് ഇതുവരെ ക്യാൻസൽ ആക്കി തന്നില്ല എന്ന് പറയുമ്പോൾ നമുക്ക് DHA എന്ത് ചെയ്യും, കറക്റ്റ് ഒരു പ്രോപ്പർ ഗൈഡ് ലൈൻ തന്നിട്ട് നമുക്ക് നോണായിട്ട് ക്യാൻസൽ ആക്കാൻ പറ്റും. വിസയും അതുപോലെ തന്നെ കമ്പനി ഇപ്പോൾ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ആരാണോ അവർ നമുക്ക് ക്യാൻസൽ ആക്കി തന്നിട്ടില്ലെങ്കിൽ അതും നമുക്ക് ഇതുപോലെ തന്നെ ലേബറിൽ വിളിച്ചിട്ട് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം അതിൻ്റെ പ്രോപ്പർ ഗൈഡൻസിൽ പോയിട്ട് വിത്തിൻ 15 റെസിഗ്നേഷൻ കഴിഞ്ഞിട്ട് വിത്തിൻ 15 ഡേയ്സിൻ്റെ ഉള്ളിൽ അവർ ഒരു ആക്ഷനും ചെയ്ത് തന്നിട്ടില്ലെങ്കിൽ നമുക്ക് വീണ്ടും കംപ്ലൈൻറ്റ് റേസ് ചെയ്യാം. എന്നിട്ടും ആക്ഷൻ ഇല്ലെങ്കിൽ നമുക്ക് ഓണായിട്ട് എന്ത് ചെയ്യാം, എല്ലാം ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിന് മോർ ചാർജോ കാര്യങ്ങളോ ഒന്നുമില്ല. ലേബർ കാർഡും ഇതും ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു ഇൻക്ലൂഡിങ് ഒരു 200ൻ്റെ ഉള്ളിലുള്ള ഒരു ചാർജ് വരുള്ളൂ. നമുക്ക് ഓണായിട്ട് ചെയ്യാം. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് വരും, ഒരു ഇഷ്യൂസും കാര്യങ്ങളും വരുമൊന്നുമില്ല. അതുപോലെ തന്നെ നമുക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും MHRന്ന് നമുക്ക് എന്താക്കാം, ഡൗൺലോഡ് ചെയ്തെടുക്കാനും വേണ്ടിയിട്ട് പറ്റും. വൺസ് നമ്മുടെ ലൈസൻസ് ആക്റ്റീവ് ആയാൽ തന്നെ നമുക്ക് ഇപ്പോൾ അടുത്തൊരു സ്ഥലത്ത് കയറുമ്പോൾ അവർക്ക് അറിയാൻ പറ്റും ഇത്ര നാൾ ഇവിടെ സ്ഥലത്ത് വർക്ക് ചെയ്തു എന്ന്. അത് തന്നെ നമുക്ക് മതി. പക്ഷെ നമുക്ക് അത്ര നാൾ നിന്നതിന് നമുക്ക് ഇനി ഭാവിയിലെങ്കിലും എവിടെയെങ്കിലും ഒരു എവിഡൻസ് വേണമെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വേണമല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, MHRന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് നമ്മുടെ കയ്യിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വൺസ് നമ്മൾ ജോയിൻ ചെയ്യണതിന് മുന്നും വൺസ് ജോയിൻ ചെയ്തതിന് ശേഷം റെസിഗ്നേഷൻ ചെയ്തതിന് കഴിഞ്ഞിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഡോക്യുമെന്റ്സും കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊരു കാര്യം നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാൻ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.